നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മുണ്ടക്കൈ പുനരധിവാസം ചർച്ച ചെയ്യാൻ പ്രത്യേക മന്ത്രിസഭാ യോഗം ഇന്ന് വൈകിട്ട് 3:30 ഓൺലൈനായാണ് യോഗം. സ്ഥലമേറ്റെടുക്കലിലും വീടുകളുടെ നിർമ്മാണത്തിലും അന്തിമ തീരുമാനമുണ്ടാകും. നിർമ്മാണം എങ്ങനെയാകണമെന്നതും ചർച്ചയാകും. വയനാട് പുനരധിവാസത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വി.ഡി. സതീശൻ. കേന്ദ്രം കാണിക്കുന്നത് ധാർഷ്ട്യം. സംസ്ഥാനം നിരുത്തരവാദപരമായി പെരുമാറുന്നു. ദുരിതബാധിതരുടെ പട്ടിക ഉണ്ടാക്കാൻ സ്കൂൾ കുട്ടികളെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവർ ഇതിനേക്കാൾ നന്നായി പട്ടിക തയ്യാറാക്കുമായിരുന്നുവെന്നും സതീശൻ. തിരുനെൽവേലിയിലെ മാലിന്യ നീക്ക ദൗത്യം മികച്ച രീതിയിൽ മുന്നേറുന്നുവെന്ന് വിലയിരുത്തൽ. വൈകുന്നേരത്തോടെ മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യാനാകുമെന്ന് ഉദ്യോഗസ്ഥർ. മാലിന്യം നീക്കം ചെയ്യാൻ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം തിരുനെൽവേലിയിലെത്തിയത് രാവിലെ. തിരുവനന്തപുരം സബ് കളക്ടർ ആൽഫ്രഡ് ഒ.വിയുടെ നേതൃത്വത്തിലുള്ള 70-അംഗ സംഘം. നീക്കം ചെയ്യുന്ന മാലിന്യം ഗോഡൌണുകളിൽ വേർതിരിച്ച് സംസ്കരിക്കും. തിരുനെൽവേലിയിലെ മാലിന്യം നീക്കലിന് സംവിധാനങ്ങൾ ഒരുക്കി തമിഴ്നാട്. JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ലഭ്യമാക്കി. കേരളത്തിന്റെ നടപടിയുമായി സഹകരിക്കാൻ തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥ സംഘവും. കല്ലൂർ സ്കൂളിൽ തമിഴ്നാട് ഉദ്യോഗസ്ഥർ കേരളത്തിൽ നിന്നെത്തിയവരുമായി ചർച്ച നടത്തി. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ മരണത്തിൽ ആരോപണ വിധേയരുടെ മൊഴിയെടുക്കുന്നതടക്കമുള്ള അന്വേഷണ നടപടികൾക്ക് ഇന്ന് തുടക്കമാകും. CPM മുൻ ഏരിയ സെക്രട്ടറി VR സജി അടക്കമുള്ളവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുക. സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തും. തെളിവുകൾ പരിശോധിച്ച് കൂടുതൽ വകുപ്പുകൾ ചുമത്തും. സാബുവിന്റെ മൊബൈൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ അന്വേഷണം വേണമെന്ന് ഭാര്യ മേരിക്കുട്ടി. CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജിക്കും 3 ജീവനക്കാർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണം. പോലീസ് അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ട്. അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടുമെന്നും മേരിക്കുട്ടി. കട്ടപ്പനയിലെ വ്യാപാരിയുടെ മരണം ഏറെ ദുഃഖകരമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കുടുംബത്തിന് സർക്കാർ സഹായം ലഭ്യമാക്കുന്ന കാര്യം ആലോചിക്കുമെന്നും റോഷി അഗസ്റ്റിൻ കട്ടപ്പനയിൽ പറഞ്ഞു. ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിന് നേരെ കരിങ്കൊടി പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം നിക്ഷേപകന്റെ മരണത്തിൽ പ്രതിഷേധിച്ച്. കരിങ്കൊടി പ്രതിഷേധം കട്ടപ്പനയിൽ. സഹകരണ ബാങ്കിൽ നടക്കുന്നത് കൊള്ളയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. നിക്ഷേപക തുക വകമാറ്റി ചിലവഴിക്കുകയാണ്. നവീൻ ബാബുവിന്റെ കേസ് തേച്ചുമാച്ചു കളയാൻ ശ്രമിച്ച അതേ നീക്കമാണ് കട്ടപ്പനയിലും നടക്കുന്നത്. നിക്ഷേപകന്റെ ആത്മഹത്യയിലും ആരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് കഴിയില്ല. കരുവന്നൂർ മോഡൽ സമരം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും K. സുരേന്ദ്രൻ. കട്ടപ്പനയിലും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന് BJP നേതാവ് MT രമേശ്. സഹകരണ മേഖലയിലെ നിക്ഷേപകരെ മസിൽ പവർ ഉപയോഗിച്ച് CPM ഭീഷണിപ്പെടുത്തുന്നുവെന്നും MT രമേശ്. PV അൻവർ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ്. വിജിലൻസ് അന്വേഷണത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനം കണ്ടെത്താൻ സാധിച്ചില്ല. 2 ആഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കും. കവടിയാറിലെ വീട് നിർമ്മാണം സ്വത്ത് വിവര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാങ്ക് വായ്പയുടെ വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചില്ലെന്നും റിപ്പോർട്ടിൽ. ADGP അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം പ്രഹസനമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിക്ക് അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ്. ഗുരുതര ആരോപണങ്ങളിൽ ക്ലീൻ ചിറ്റ് വാങ്ങിയത് അജിത് കുമാറിന് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷണം നടത്തിയാണെന്നും സതീശൻ പറഞ്ഞു. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം തുടരുന്നു. സർക്കാർ വകുപ്പുകളുടെയും യുവജന വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രവർത്തനത്തെ നിശിതമായ ഭാഷയിൽ സംഘടന റിപ്പോർട്ടിൽ വിമർശിച്ചിരുന്നു. പൊതുചർച്ചയിൽ തുടർഭരണം
പാർട്ടി സഖാക്കളിൽ മൂല്യച്യുതി ഉണ്ടാക്കിയെന്ന് ഇന്നലെ വിമർശനം ഉയർന്നിരുന്നു. പ്രതിനിധി സമ്മേളനത്തിൽ ഇന്നും തുടർ ചർച്ചകൾക്ക് സാധ്യത. പൊതുസമ്മേളനം നാളെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. CPM വയനാട് ജില്ലാ സമ്മേളനത്തിൽ പൊതുചർച്ച ഇന്ന്. വിവിധ ഏരിയ കമ്മിറ്റികൾക്ക് വേണ്ടി പ്രതിനിധികൾ സംസാരിക്കും. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് 217 പ്രതിനിധികൾ. സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്നത് CPM വയനാട് ജില്ലാ കമ്മിറ്റി രൂപീകരിച്ച് അരനൂറ്റാണ്ട് പിന്നിട്ട ശേഷമുള്ള ജില്ലാ സമ്മേളനം. CPM-ന്റേത് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനുള്ള നിലപാടുകളെന്ന് VD സതീശൻ. തീവ്രവാദികളാണ് പ്രിയങ്കയ്ക്ക് വോട്ട് ചെയ്തതെന്ന വിജയരാഘവന്റെ പ്രസ്താവന ഡൽഹിയിൽ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗം. പ്രിയങ്ക ഗാന്ധി ജയിച്ചത് എല്ലാ വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്തിട്ടാണ്. കേന്ദ്ര ഏജൻസികളുടെ കേസുകളിൽ നിന്നും രക്ഷപ്പെടാനാണ് വർഗീയത പ്രചരിപ്പിക്കുന്നതെന്നും സതീശൻ. കോൺഗ്രസിന് വോട്ട് ചെയ്തത് വർഗീയവാദികളെന്ന വിജയരാഘവന്റെ പരാമർശം അപലപനീയമെന്ന് KC വേണുഗോപാൽ. ഇക്കാര്യത്തിൽ CPM പോളിറ്റ് ബ്യൂറോയുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണം. BJP-യുടെ കൊട്ടേഷൻ ഏറ്റെടുക്കുകയാണ് CPM ചെയ്തത്. CPM PB അംഗം A വിജയരാഘവന്റേത് ക്രൂരമായ പരാമർശമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഭൂരിപക്ഷ വർഗീയത പരത്തുന്നത് CPIM-ന്റെ അടിത്തറ ഇളക്കും. പച്ചയ്ക്കാണ് CPM വർഗീയത പറയുന്നത്. ഇത് കേരളമാണ് എന്ന് ഓർക്കണം. വയനാട്ടിലെ വോട്ടർമാരെ ഉൾപ്പെടെ തള്ളിപ്പറയുന്ന രീതിയാണ് വിജയരാഘവന്റേതെന്നും കുഞ്ഞാലിക്കുട്ടി. പ്രിയങ്കയുടെ മാത്രമല്ല വിജയരാഘവന്റെ മുന്നിലും പിന്നിലുമുള്ളത് വർഗീയ ശക്തികളെന്ന് K സുരേന്ദ്രൻ. പ്രിയങ്കയുടെ മുന്നിലും പിന്നിലും വർഗീയ ശക്തി ഉണ്ടായത് ഇപ്പോഴല്ല. വിജയരാഘവന് എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടായത്? PDP-യുമായും വെൽഫെയർ പാർട്ടിയുമായും വിജയരാഘവന്റെ പാർട്ടി സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും സുരേന്ദ്രൻ. CPM വിജയരാഘവന് കണക്ക് ട്യൂഷൻ ഏർപ്പെടുത്തണമെന്ന് MT രമേശ്. അദ്ദേഹം പറയേണ്ടത് അവരുടെ 70,000 വോട്ട് എവിടെ പോയി എന്നത് സംബന്ധിച്ചാണ്. മതവർഗീയ ശക്തികളുടെ പിന്തുണയോടെയാണ് UDF-ഉം LDF-ഉം ജയിക്കുന്നത്. LDF-ഉം UDF-ഉം SDPI ജമാഅത്ത് ഇസ്ലാമിയുമായി പിൻവാതിൽ ബന്ധമുണ്ടാക്കുന്നുണ്ടെന്നും MT രമേശ്. മന്നം ജയന്തി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ അഭിമാനമെന്ന് രമേശ് ചെന്നിത്തല. എല്ലാ സാമുദായിക സംഘടനകളുമായി നല്ല ബന്ധം. ആരെയാണ് പരിപാടിക്ക് വിളിക്കേണ്ടത് എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നത് മാധ്യമങ്ങളുടെ ചർച്ച മാത്രം. ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എന്നത് സംബന്ധിച്ച് സാമുദായിക സംഘടനകൾക്കും അഭിപ്രായം പറയാമെന്നും ചെന്നിത്തല. കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്താൻ സാധ്യതയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അതുകൊണ്ടാണ് സമുദായ സംഘടനകൾ കൂടുതൽ അടുക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ ലീഗിന്റെ അഭിപ്രായം പറയേണ്ടയിടത്ത് പറയേണ്ട സമയത്ത് പറയുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ലീഗ് അഭിപ്രായം പറഞ്ഞ മാതിരിയാണ്, അതിന് വലിയ ഇമ്പാക്ട് ഉണ്ടാകും. UDF-ന്റെ വിജയം ഉറപ്പായി വരുമ്പോൾ ഇത്തരം ചർച്ചകൾ സാധാരണമാണ്. ഇനി ആര് ലീഡർ എന്ന ചർച്ച ഓപ്പണായി നടക്കുക UDF-ൽ പതിവാണെന്നും കുഞ്ഞാലിക്കുട്ടി. മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ പാർട്ടിയാണ് തീരുമാനമെടുക്കുന്നതെന്ന് KC വേണുഗോപാൽ. ഓരോരുത്തരോട് ചോദിച്ചാൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. സമുദായ സംഘടനകൾ കോൺഗ്രസിനെ ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മതമേലധ്യക്ഷന്മാരെ ആക്ഷേപിക്കുന്ന പാരമ്പര്യം കോൺഗ്രസിനില്ല. എല്ലാ സമുദായങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. വെള്ളാപ്പള്ളി നടേശൻ പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയ പരാമർശത്തിൽ VD സതീശൻ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടെന്നും KC വേണുഗോപാൽ. KPCC പുനഃസംഘടന സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയെ ശക്തിപ്പെടുത്തണം. 2026 അധികാരത്തിലെത്തുക എന്നതാണ് ലക്ഷ്യമെന്നും ചെന്നിത്തല. വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിൽ പ്രതികരണവുമായി VD സതീശൻ. ആരും വിമർശനത്തിന് അധീരരല്ല. ഏറ്റവും കൂടുതൽ ആളുകളെ വിമർശിക്കുന്ന ആളാണ് താൻ. സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വിമർശനം കേട്ട് അസ്വസ്ഥരാകരുത്. തന്റെ ഭാഗത്ത് തിരുത്തേണ്ടത് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് സ്വയം തിരുത്തുമെന്നും VD സതീശൻ.
മുനമ്പം ജനത നൽകിയ പരാതി നാളെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കൈമാറുമെന്ന് ബി.ജെ.പി. നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ. അവരുടെ സമരത്തിന് ഫലമുണ്ടാകുന്നതുവരെ അവർക്കൊപ്പമുണ്ടാകും. പാർട്ടിയും കേന്ദ്ര സർക്കാരും 100% ജനങ്ങൾക്ക് ഒപ്പമാണ്. ഇന്ത്യയിൽ പല സ്ഥലത്തും ഇത്തരം കയ്യേറ്റം നടക്കുന്നുണ്ട്. അവർക്കെല്ലാം പൂർണ്ണ പിന്തുണ നൽകും. ഇതിൽ രാഷ്ട്രീയമില്ലെന്നും ജനങ്ങളുടെ അവകാശമാണെന്നും ബി.ജെ.പി. നേതാവ് പറഞ്ഞു. പാർട്ടി ജില്ലാ കമ്മിറ്റികൾ വിഭജിക്കുകയാണെന്ന് സ്ഥിരീകരിച്ച് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. 30 ജില്ലാ കമ്മിറ്റികളായിരിക്കും സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിലെന്നും സുരേന്ദ്രൻ. എല്ലാ KAS ഉദ്യോഗസ്ഥരും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവിധ വകുപ്പുകളിൽ നിയമിച്ചത് അവിടെ നിലവിലുള്ള സമ്പ്രദായം തുടരാനല്ല, പുതിയ പാത ഉണ്ടാക്കാൻ സാധിക്കണം. അപ്രധാനമല്ലാത്ത വകുപ്പുകളെ സുപ്രധാനമാക്കാൻ മിടുക്ക് കാണിക്കണം. നികുതിദായകരുടെ പണം കൊണ്ട് നടപ്പാക്കുന്ന പദ്ധതികൾ വിജയിക്കാതെ പോകുന്നത് നീതീകരിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി. തലയ്ക്കും ഇടുപ്പിനും തുടയ്ക്കുമുണ്ടായ പരിക്കാണ് നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലച്ചോറിലും തലയോട്ടിയുടെ 2 ഭാഗങ്ങളിലും രക്തം വാർന്നിരുന്നു. വാരിയെല്ലുകൾക്ക് പൊട്ടലുണ്ട്. ഇടുപ്പെല്ല് തകർന്ന് രക്തം വാർന്നു. ശ്വാസകോശത്തിന് താഴെയായി ചതവുണ്ടായെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. അമിത്ഷാ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് കെ.സി. വേണുഗോപാൽ MP. അംബേദ്കർ പരാമർശം പിൻവലിച്ച് അമിത്ഷാ മാപ്പ് പറയണമെന്നും കെ.സി. വേണുഗോപാൽ. ഭരണഘടനാ ചർച്ചയെ ബി.ജെ.പി. ഉപയോഗിച്ചത് ഭരണഘടനാ ശില്പികളെ അവഹേളിക്കാൻ. ഇത് ഭരണഘടനയിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും വേദനിപ്പിച്ചു. വിഷയത്തിൽ ബൃഹത്തായ പ്രക്ഷോഭം നടത്തും. 26-ന് കോൺഗ്രസ് വിശാല പ്രവർത്തക സമിതി യോഗം ചേരും. 27-ന് ബെൽഗാമിൽ ദേശീയ റാലി നടക്കുമെന്നും AICC ജനറൽ സെക്രട്ടറി. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന പ്രസംഗം ആവർത്തിച്ച് MM മണി MLA. മണിയുടെ വാക്കുകൾ CPM മറയൂർ ഏരിയ സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനത്തിൽ പ്രസംഗിക്കവേ. അടിച്ചാൽ ശക്തമായി തിരിച്ചടിക്കണം, ഇല്ലെങ്കിൽ പാർട്ടിയോടൊപ്പം ഒരു പട്ടി പോലും നിൽക്കില്ല. പാർട്ടിയുടെ കൂടെ നിന്നാൽ കേസുകൾ ഉണ്ടാകും. ധൈര്യമുള്ളവർ ഇതിൽ നിന്നാൽ മതി. അടിയുടെ കാര്യത്തിൽ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ആശാനാണെന്നും MM മണി. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്നലെ സന്നിധാനത്ത് ദർശനത്തിന് എത്തിയത് 85,000-ഓളം ഭക്തർ. തങ്ക അങ്കി ഘോഷയാത്രയ്ക്ക് ഭക്തി നിർഭരമായ തുടക്കം. ഘോഷയാത്ര പുറപ്പെട്ടത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന്. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ഘോഷയാത്ര രാത്രി 8-ന് ഓമല്ലൂരിൽ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ എത്തും. നാളെ രാവിലെ 8-ന് ആരംഭിക്കുന്ന ഘോഷയാത്ര രാത്രി കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ എത്തി വിശ്രമിക്കും. 25-ന് വൈകിട്ട് 5-ന് ശേഷം ഘോഷയാത്ര സന്നിധാനത്തെത്തും. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന അന്നേ ദിവസം 6:30-നാണ്. 26-നാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ. ശബരിമലയിലെ പോലീസിന്റെ പ്രവർത്തനത്തെ പ്രശംസിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പോലീസ് ശബരിമലയിൽ നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് ചെന്നിത്തല. ദേവസ്വം ബോർഡ് ജീവനക്കാർക്കും പ്രശംസ. ശബരിമലയിൽ മാസ്റ്റർ പ്ലാനിലുള്ള പണം സർക്കാർ വേഗം അനുവദിക്കണമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ശബരിമല മാസ്റ്റർ പ്ലാൻ വേഗത്തിൽ നടപ്പാക്കണമെന്ന് ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ സംഘടനയായ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ. അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തണം. അടുത്ത മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായി സംവിധാനം നടപ്പിലാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. എറണാകുളം തമ്മനത്ത് പൊട്ടിയ ജലവിതരണ പൈപ്പ് പുനഃസ്ഥാപിച്ചു. തടസ്സപ്പെട്ട ജലവിതരണം ആരംഭിച്ചത് 16 മണിക്കൂറിന് ശേഷം. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചത് രാവിലെ 9 മണിയോടെ. അതേസമയം കാലപ്പഴക്കമാണ് പൈപ്പ് പൊട്ടാൻ കാരണമെന്ന് കൊച്ചി നഗരസഭാ കൗൺസിലർ ജോജു കുരിക്കോട്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ കാര്യക്ഷമതയോടെ ഇടപെട്ടാൽ മാത്രമേ പുതിയ പൈപ്പുകൾ സ്ഥാപിക്കാൻ കഴിയൂ എന്നും കൗൺസിലർ. MT വാസുദേവൻ നായരുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. മരുന്നുകളോട് നേരിയ തോതിൽ പ്രതികരിക്കുന്നതായി 10 മണിക്ക് പുറത്തുവിട്ട മെഡിക്കൽ ബുള്ളറ്റിനിൽ ആശുപത്രി അധികൃതർ. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് MT. ദേശീയ വാർത്തകൾ.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാമ്പത്തിക സർവേയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിൽ കോൺഗ്രസ് എംപി രാഹുൽ ഗാന്ധിക്ക് ബറേലി ജില്ലാ കോടതിയുടെ സമൻസ്. ജനുവരി 7-ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് സമൻസ്. രാഹുൽ ഗാന്ധി ആഭ്യന്തര കലാപത്തിന് ആഹ്വാനം ചെയ്തുവെന്ന പരാതിക്കാരനായ പങ്കജി പതക്കിന്റെ ആരോപണത്തിൽ നടപടി. രാജ്യത്ത് ആഭ്യന്തര യുദ്ധം തുടങ്ങാനുള്ള ശ്രമം പോലെയാണ് ജാതി സെൻസസ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് വേളയിൽ നടത്തിയ പ്രസ്താവന എന്നാണ് പരാതിക്കാരന്റെ ആരോപണം. അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്ന പരാതിയിൽ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയുടെ 18 കമ്മ്യൂൺ പബ്ബിനെതിരെ നോട്ടീസ്. പബ്ബിനെതിരെ നോട്ടീസ് നൽകിയത് ബംഗളൂരു ബൃഹത് മഹാനഗരപാലെ. 7 ദിവസത്തിനകം വ്യക്തത ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ശാന്തിനഗർ ഡിവിഷനിലെ ഹെൽത്ത് ഓഫീസറുടെ നോട്ടീസിൽ. നോക്കാം അന്താരാഷ്ട്ര വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈത്ത് അമീറുമായും പ്രധാനമന്ത്രിയുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സഹകരണ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും. അമീറിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി കുവൈറ്റിലെത്തിയത് ഇന്നലെ. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത് 43 വർഷത്തിന് ശേഷം. സ്വന്തം വിമാനം വെടിവെച്ചിട്ട് അമേരിക്കൻ സൈന്യം. വിമാനത്തിലെ 2 പൈലറ്റുമാരും രക്ഷപ്പെട്ടു. വെടിവെച്ച് വീഴ്ത്തിയത് US നാവികസേനയുടെ FA-18 വിമാനം. ആക്രമണം ചെങ്കടലിനു മുകളിൽ നിരീക്ഷണ പറക്കൽ നടക്കുന്നതിനിടെ. വീഴ്ത്തിയത് മിസൈൽ ആക്രമണത്തിലൂടെ. അമേരിക്കൻ പടക്കപ്പലിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ചത് അബദ്ധത്തിലെന്ന് റിപ്പോർട്ട്. കാനഡയിൽ രാഷ്ട്രീയ ചരടുവലികൾ ശക്തമായതോടെ പ്രതിസന്ധിയിലായ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. 2025 ഒക്ടോബറിൽ ഫെഡറൽ ഇലക്ഷൻ നടക്കാനിരിക്കെ ട്രൂഡോയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം. ജനുവരി 27-ന് പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിക്കും. ഒപ്പമുണ്ടായിരുന്ന NDP പാലം വലിച്ചതോടെയാണ് ട്രൂഡോയ്ക്ക് അടിതെറ്റിയത്. പെഗസസ് ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അനധികൃതമായി വിവരങ്ങൾ ചോർത്തിയ കേസിൽ ഇസ്രായേൽ കമ്പനി കുറ്റക്കാരെന്ന് US കോടതി. വാട്സാപ്പ് നൽകിയ കേസിലാണ് ഇസ്രായേൽ കമ്പനിയായ NSO കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചത്. നഷ്ടപരിഹാരത്തിനായി വിചാരണ നടപടികൾ ആരംഭിക്കാമെന്നും കോടതി. കേസ് പരിഗണിച്ചത് കാലിഫോർണിയയിലെ ഓക്ലാൻഡിലുള്ള US ഡിസ്ട്രിക്ട് ജഡ്ജി ഫിലിസ് ഹാമിൽട്ടൺ. ആരോപണങ്ങൾ തെളിഞ്ഞെന്ന് കോടതി കണ്ടെത്തിയത് 5 വർഷങ്ങൾക്ക് ശേഷം. അതേസമയം കോടതി വിധി സ്വകാര്യതയുടെ വിജയമാണെന്ന് വാട്സാപ്പ് മേധാവി വിൽ കാത്കാർട്ട്. നിയമവിരുദ്ധ പ്രവൃത്തികൾ വെച്ച് പൊറുപ്പിക്കാനാകില്ലെന്ന് ഇത്തരം നിരീക്ഷണങ്ങൾ നടത്തുന്ന കമ്പനികൾ ഓർക്കണമെന്നും വാട്സാപ്പ് മേധാവി. വിധിയെ സ്വാഗതം ചെയ്ത് ലോകമെമ്പാടുമുള്ള സൈബർ സുരക്ഷാ വിദഗ്ധരും. ജർമ്മൻ നഗരമായ മാഗ്ഡബർഗിലെ തിരക്കേറിയ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാറിടിച്ചു കയറ്റിയ സംഭവത്തിൽ 5 മരണം, 200-ലധികം പേർക്ക് പരിക്കേറ്റു. ജർമ്മനിയിൽ താമസിച്ചിരുന്ന 50-കാരനായ തലേബ് അൽ അബ്ദുൾ മോസനാണ് BMW ഇടിച്ചു കയറ്റിയത്. സൗദി അറേബ്യൻ പൗരനാണ് ഇയാൾ. 10 വർഷത്തിലേറെയായി ഡോക്ടറായി ജോലി നോക്കുന്ന പ്രതിയുടെ ലക്ഷ്യം എന്തെന്നതിൽ വിശദ അന്വേഷണത്തിന് പോലീസ്. പ്രാദേശിക വാർത്തകൾ. സിഡാക്കിന്റെ 14 PG ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതി ഈ മാസം 30-നാണ്. ജനുവരി 11-നും 12-നും കോമൺ അഡ്മിഷൻ ടെസ്റ്റുകൾ നടക്കും. കോഴ്സുകൾ ആരംഭിക്കുന്നത് ഫെബ്രുവരി 25-ന്. നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധന ഭക്ഷണത്തിൽ നിന്നും ചത്ത പല്ലിയെ ലഭിച്ചു എന്ന പരാതിയെ തുടർന്ന് ചന്തക്കുന്നിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ സിറ്റി പാലസ് അടച്ചുപൂട്ടി. അടുക്കളയും പരിസരവും വൃത്തിഹീനമായി കാണപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. കണ്ണൂർ ആലക്കോട് KSEB കരാർ ജീവനക്കാരൻ കുഴഞ്ഞു വീണു മരിച്ചു. മരിച്ചത് കാർത്തികപുരം സെക്ഷനിലെ കരാർ ജീവനക്കാരനായ കാപ്പിമല സ്വദേശി ബിജു. സംഭവം വൈകുന്നേരം 5 മണിയോടെ കൂട്ടാപ്പറമ്പിൽ വൈദ്യുതി ലൈനിൽ ജോലി ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീണ് മരണപ്പെടുകയായിരുന്നു. കാസർഗോഡ് പെർളയിൽ കടകൾക്ക് തീപിടിച്ചു. തീപിടുത്തമുണ്ടായത് പുലർച്ചെ. 9 കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തിരുവനന്തപുരം വർക്കല ചാവടിമുക്ക് മത്സ്യ മാർക്കറ്റിലെ കടമുറികൾ ശോച്യാവസ്ഥയിൽ. കെട്ടിടത്തിലെ സിമന്റ് പാളികൾ അടർന്നു വീഴുന്നെന്ന് പരാതി. 45ഓളം വർഷം പഴക്കമുള്ള മാർക്കറ്റ് അടിയന്തരമായി നവീകരിക്കണമെന്ന് നാട്ടുകാർ.
മലപ്പുറം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വർണ്ണാഭമായ ക്രിസ്മസ് ആഘോഷം. പരിപാടി ഒരുക്കിയത് പരിയാപുരം ഫാത്തിമ മാതാ ഫൊറോന പള്ളിയുടെ സഹകരണത്തോടെ. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സയ്യിദ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ആഘോഷത്തിന് മാറ്റുകൂട്ടി ക്രിസ്മസ് അപ്പൂപ്പനും പുൽക്കൂടും കരോൾ ഗാനങ്ങളും. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ SCയെ നേരിടും. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കിക്ക് ഓഫ്. മുഖ്യ പരിശീലകൻ മൈക്കൽ സ്റ്റാറയുമായി പിരിഞ്ഞതിനാൽ അസിസ്റ്റന്റ് പരിശീലകരുടെ നേതൃത്വത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുന്നത്. 12 മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ 11 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 11ാം സ്ഥാനത്താണ്. 11 മത്സരങ്ങളിൽ നിന്ന് 5 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ് മുഹമ്മദൻ SC. അതേസമയം കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കടുത്ത പ്രതിഷേധത്തിന് ആരാധകർ. തീരുമാനവുമായി ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പടയാണ് രംഗത്ത്. സ്റ്റേഡിയത്തിനകത്തും പുറത്തും പ്രതിഷേധിക്കും. സ്വീകരിക്കാൻ കൊടികളോ തോരണങ്ങളോ ഉണ്ടാകില്ല. ടീമിനെ വരവേൽക്കുക നിശബ്ദ ഗാലറി. പ്രതിഷേധം ക്ലബ്ബ് മാനേജ്മെന്റിന്റെ നടപടികൾക്കെതിരെ. സന്തോഷ് ട്രോഫിയിൽ കേരളം ഇന്ന് ഡൽഹിയെ നേരിടും. ഹൈദരാബാദ് ഡെക്കാൻ അരീന ടർഫ് ഗ്രൗണ്ടിൽ രാത്രി 7:30 മത്സരം. ഡൽഹിക്കെതിരെ മുന്നേറ്റ താരം മുഹമ്മദ് അജ്സലിന് പകരം സജീഷോ ഷിജിനോ ആദ്യ 11-ലെത്തും. നിജോ ഗിൽബർട്ടും ആദ്യ 11-ൽ തിരിച്ചെത്തിയേക്കാൻ സാധ്യതയുണ്ട്. മികച്ച ഫോമിലുള്ള അജ്സലിന് വിശ്രമം അനുവദിക്കും. 3 തുടർ ജയവുമായി ക്വാർട്ടർ ഉറപ്പിച്ച കേരളത്തോട് മേഘാലയയ്ക്ക് മുന്നിൽ 3ാം മത്സരത്തിൽ തോറ്റ ഡൽഹിക്ക് ജയിച്ചേ മതിയാകൂ. രണ്ടും കൽപ്പിച്ച പോരാട്ടത്തിനൊരുങ്ങുകയാണ് മുൻ ചാമ്പ്യന്മാർ. സിനിമാ വാർത്തകൾ. ദുൽഖർ സൽമാൻ നായകനായി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തെന്നിന്ത്യൻ താരം പ്രിയങ്ക മോഹൻ നായികയായി എത്തും. ഇതാദ്യമായാണ് ദുൽഖർ സൽമാന്റെ നായികയായി പ്രിയങ്ക മോഹൻ എത്തുന്നത്. മലയാളത്തിലും തെലുങ്കിലുമായാണ് ചിത്രം ഒരുങ്ങുന്നത്. ഫ്ലെക്സി ഷോ സംവിധാനം അവതരിപ്പിച്ച് രാജ്യത്തെ പ്രമുഖ മൾട്ടിപ്ലെക്സ് ശൃംഖലയായ PVR ഐനോക്സ്. ഒരാൾ സിനിമ നടക്കുന്നതിനിടെ ഇറങ്ങിപ്പോയാലും ആ സിനിമ കണ്ടിരുന്ന സമയത്തിന് മാത്രം പണം നൽകിയാൽ മതി. ആദ്യഘട്ടത്തിൽ ഡൽഹിയിലും ഗുരുഗ്രാമിലുമാണ് ഫ്ലെക്സി ഷോകൾ അവതരിപ്പിച്ചത്. മുറ എന്ന ചിത്രം OTT റിലീസിനെത്തുന്നു. ആമസോൺ പ്രൈം വീഡിയോയിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. മുഹമ്മദ് മുസ്തഫയാണ് സംവിധാനം. സുരാജ് വെഞ്ഞാറമൂട്, യുവതാരം പൃഥു ഹരൂൺ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തും. അയ്യനെ കാണാൻ തീർത്ഥാടക പ്രവാഹം. ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മനുഷ്യരും മൃഗങ്ങളും ചേർന്നു പോകുന്ന അപൂർവ കേന്ദ്രം കൂടിയാണ് കാനന ക്ഷേത്രമായ ശബരിമല. തീർത്ഥാടന കാലത്തെ മനുഷ്യരുടെ തിരക്കിനിടയിൽ അകലെയല്ലാതെ മൃഗങ്ങളെയും കാണാം. കരിങ്കുരുങ്ങുകളുടെ പ്രധാന ആവാസ സ്ഥാനമായ സന്നിധാനത്തെ കൗതുകം നിറഞ്ഞ ചില കാഴ്ചകളിലേക്ക്. ആ റിപ്പോർട്ടോട് ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഇവരുടെ കണ്ണിലെ തീരാത്ത കൗതുകമാണ് ക്യാമറ തിരഞ്ഞത്. കൗതുകമോ അതോ ഭയമോ? മനുഷ്യരെ കാണുമ്പോൾ ഇവർ ഇമചിമ്മാതെ നോക്കുകയാണ്. കണ്ണിൽ തീരില്ല കാഴ്ചകൾ. മനുഷ്യരിത്ര സ്നേഹിക്കുമോ എന്ന് തോന്നിപ്പിക്കുന്നു. അങ്ങനെ ഒരു ആർദ്രത ഈ സ്നേഹത്തിലുണ്ട്. മരഞ്ചാട്ടത്തിന് പേര് കേട്ടവർ ഈ ചാട്ടങ്ങൾ എങ്ങനെ പിഴയ്ക്കാതിരിക്കുന്നു? എത്ര ചാട്ടം നോക്കി നിന്നാലും ആ സംശയം തീരില്ല. കൃത്യതയാണത്.
ഭക്ഷണം കിട്ടിയാൽ പിന്നെ കണ്ണ് കാണില്ല, തളിരിലകളൊന്നും ബാക്കി വെക്കില്ല. മൃഗങ്ങൾ മനുഷ്യന്റെ ശേഷിപ്പുകളുടെ ഇരകളാകുന്ന കാഴ്ചയും ക്യാമറ കണ്ടു. ബന്ധങ്ങളിൽ മാതൃസ്നേഹത്തോളം വരുമോ മറ്റെന്തെങ്കിലും? ഈ കരുതൽ കാഴ്ച അങ്ങനെ തോന്നിപ്പിക്കും. വികൃതിയിൽ ഇവർ മനുഷ്യരെ തോൽപ്പിക്കും, മല്ലന്മാരാകും, സൗഹൃദം കൈവിടാതെ. അടിപിടിയിൽ കേമന്മാരെന്ന് തോന്നിപ്പിക്കുന്ന ഇവരുടെ അടുത്ത കേമത്തം തൊട്ടു പിന്നാലെ കണ്ടു. 2 നാടൻ കുരങ്ങുകൾ എത്തിയപ്പോൾ ജീവനും കൊണ്ടുള്ള ഓട്ടം, അതും കൂട്ടത്തോടെ. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം.